നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. എന്നായിരിക്കും നമ്മുടെ കൈകളിൽ പെൻഷൻ പണം എത്തുക, അതല്ലെങ്കിൽ അക്കൗണ്ടിൽ പണം എന്നാണ് എത്തുക? ഇപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ പണം ഇനി എന്നാണ് നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനായിരിക്കും. കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെ 1600 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. ഈ മാസം 25-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 24-25 തീയതികളിൽ പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലും അതിനുശേഷം 26-27 തീയതികളിൽ കൈകളിലും പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു മാസത്തെ പെൻഷനായിരിക്കും ഇപ്പോൾ ലഭിക്കുക. അതിനുശേഷം അടുത്ത മാസത്തെ പെൻഷനോട് കൂടി ഒരു മാസത്തെ കുടിശ്ശിക കൂടി നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വർഷത്തിൽ ഇനി ഇലക്ഷനുകളുടെ കാലമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഈ മാസം അവസാനത്തിലാണ്, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതിനുശേഷം നടക്കുന്ന നിയമസഭ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ട് അപ്പോഴേക്കും എല്ലാ ആളുകൾക്കും, ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കുടിശ്ശികയില്ലാതെ പെൻഷൻ പണം കൊടുത്തു തീർക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ രൂപത്തിലെങ്കിലും പെൻഷൻ വർധനവും ഉണ്ടായിരിക്കും. 150 രൂപയോ 200 രൂപയോ ആയിരിക്കും പെൻഷൻ വർധനവും ഉണ്ടായിരിക്കുക. അത് എത്രയാണെങ്കിലും സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് തുടങ്ങി ഇപ്പോൾ ഏകദേശം 20 ദിവസത്തോളം ആകുന്നു. ഇപ്പോഴും വളരെ 35% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അവസാനത്തിലേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പല ആളുകളും ഇതിൻ്റെ അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവസാന തീയതിയിൽ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തിലേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ലെന്ന് നമുക്കറിയാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമാണ് വരുന്നത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.